റൂം ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് നല്ല രസമാണ്, പക്ഷെ അത് നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അത്ര വലിയ രസമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് കേട്ടോ. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഹാളാണ്, അതിൽ തന്നെ നമുക്ക് വാഷ്റൂം, കിച്ചണ്, അങ്ങനെ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ഇതിനകത്ത് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഒരു 50,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ മന്ത്ലി ഇവിടെ നിൽക്കുന്നത്. 50,000 രൂപ കൊടുത്തിട്ട് ഇവിടെ നിൽക്കാനുള്ള അത്രയും ഒരു വർത്തുള്ള സ്ഥലമാണോന്ന് വെച്ചാൽ ഇത് തന്നെ കിട്ടാന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ട് അവസാനമായിട്ട് നമുക്ക് കിട്ടിയ ഒരു റൂമാണിത്. അങ്ങനെ നമ്മൾ കുറേ പ്രാവശ്യം നോക്കി അറ്റ് ലാസ്റ്റ് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല. പക്ഷെ നമുക്ക് കിട്ടിയത് ഈ ഒരു റൂം നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 5 മാസം കഴിഞ്ഞ് ലാസ്റ്റ് സെപ്റ്റംബറിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മൾ ഇത് റെന്റിലാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ എഗ്രിമെന്റും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പോൾ സ്വന്തമായിട്ട് റൂം നോക്കുന്ന ആൾക്കാർ ചെക്ക് കൊടുത്തിട്ട് നമ്മുടെ പേരിൽ തന്നെ എഗ്രിമെന്റ് എഴുതുന്നതായിരിക്കും നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് റിന്യൂ ചെയ്താൽ മാത്രം മതി, നമുക്ക് ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മളിങ്ങനെ റെന്റിന് നിൽക്കുമ്പോഴാണ് അവർ പറയുന്ന സമയത്ത് നമുക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ രണ്ടും ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പം ഇതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത്രത്തോളം സാധനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ബാഗിലേക്ക് മാറ്റാം. നമുക്കിവിടെ ബാഗുണ്ട്, ഈ ബാഗിലേക്ക് മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ അലമാരി ഫ്രീ ആയി കിട്ടി. അലമാരി അങ്ങനെ നമുക്ക് ഫ്രീ ആക്കി എടുത്തു. ഡ്രസ്സിൻ്റെ അലമാരി നമ്മൾ ഫ്രീ ആക്കി, അവിടെയും ഫ്രീ ആക്കി. ഇനി ഷർട്ട് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് പിന്നെ വേറെ ബാഗിനകത്തോട്ടാക്കാം. പിന്നെ ഫോണിൻ്റേതും അതൊക്കെ നമ്മൾ അതിനകത്തോട്ട് ആക്കി വെച്ചു. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇഷ്ടമുള്ള സമയത്ത് ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ്, മൺഡേ ആണ് നമ്മൾ ഷിഫ്റ്റിംഗ് നടത്തുന്നത് കേട്ടോ. ഷിഫ്റ്റിംഗ് മൺഡേ നടത്തി നമ്മൾ മൺഡേ ഫുള്ള് ആ പുതിയ റൂമിലേക്ക് മാറ്റണമായിരുന്നു. ആദ്യം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഞാനായതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം അങ്ങ് സെറ്റാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം തന്നെ തുണി മടക്കി കഴിയുമ്പോൾ നമ്മുടെ വലിയൊരു കടമ്പ കഴിഞ്ഞ് കിട്ടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെയ്യെ നമുക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ തുണിമടക്കൽ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ബാക്കിയെല്ലാം അങ്ങ് അടുക്കി വെക്കാമെന്ന് കേട്ടോ. ബാക്കി അടുക്കി വെക്കാന്ന് പറയുമ്പം പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് പാത്രങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗും കാർട്ടനും അതൊക്കെയാണ് നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗിനകത്ത് മൊത്തം അങ്ങ് നമ്മൾ തുണി വെച്ചിട്ട് അങ്ങ് നിറച്ചു. ഇവിടെ നമുക്ക് എവരിഡേന്ന് 10 ദിറംസിന് നമുക്ക് ഇങ്ങനെ വലിയ ബാഗുകൾ മേടിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ ഓൾറെഡി എനിക്കൊരു ഷിഫ്റ്റിംഗ് ടൈമിൽ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഞാൻ മാക്സിമം പാത്രങ്ങളെല്ലാം പറക്കി അങ്ങ് വെക്കാൻ ശ്രമിച്ചേട്ടോ. അതിനകത്ത് പാത്രങ്ങളെല്ലാം ഒതുങ്ങി കഴിഞ്ഞ് ബാക്കി ഒരു ട്രാവൽ ബാഗിലേക്കാക്കാന്നാണ് നമ്മൾ വിചാരിച്ചേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ഈ റൂം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആദ്യം വന്നപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ പയ്യെ നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തായിരുന്നു. നമ്മളൊരു 2 ആഴ്ച എടുത്തിട്ടാണ് ഇത് നമ്മളുടെ ഒരു ചിട്ടയിൽ ഇതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള സമയം കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ക്രാഫ്റ്റ് വെച്ചിട്ടും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വോൾ ഡെക്കറേഷനും, പ്രവീൺ ആണെന്നുണ്ടെങ്കിൽ അവൻ്റേതായിട്ടുള്ള രീതിയിൽ കാറിൻ്റെ ഒക്കെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ റൂമിൻ്റെ കോർണറിൽ ഒന്ന് പിക്ചറെല്ലാം വെച്ചിട്ട് ഒരു ലവ് ഷേപ്പിലൊന്ന് സെറ്റാക്കി എടുക്കണമെന്ന്. അതെല്ലാം നമ്മൾ സെറ്റാക്കി നമ്മുടെ റൂം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എവിടെ പോയാലും നമ്മുടെ റൂമിൽ വരുമ്പോൾ നമുക്കൊരു ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. പിന്നീട് ഇനി പോകുന്നിടത്ത് ഇനി എങ്ങനെയാണ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ ഇത് മെയിൻ ഇതിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്രവീണും വന്നു. അതിനിടയ്ക്ക് എനിക്ക് റുബിക്സ് ക്യൂബ് കിട്ടി. അത് നമ്മളൊന്ന് ഇല്ലാത്ത സമയത്ത് ഞാൻ അതൊന്നും സെറ്റാക്കി കേട്ടോ. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന രീതിയിൽ. അതിനുശേഷം ഞാൻ ബാക്കിയെല്ലാം നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ, മേക്കപ്പ് അധികം സാധനങ്ങളൊന്നുമില്ല എന്നാലും വള, മാല, ചീപ്പ, പൊട്ട് അതൊക്കെ പറക്കി വെച്ച്. അപ്പോഴത്തേനും സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നതെല്ലാം പെയ്യെ ഇളക്കി മാറ്റുകയാണ് പ്രവീണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ, ഒരു സ്ഥലത്ത് വന്ന് നമ്മളവിടെ നിന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആ ഒരു റൂമുമായിട്ട് നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആവും. അങ്ങനെയെല്ലാം നമ്മൾ പാക്ക് ചെയ്തു. നമ്മൾ അടുത്തായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് നോക്കി നമ്മളെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് റീചെക്ക് ചെയ്തു കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എല്ലാം നമ്മൾ അവിടെ നിന്നുള്ളതെല്ലാം എടുത്തു. നമ്മൾ തിരിച്ച് റൂമിൽ വന്ന് എല്ലാം നമ്മൾ ഉള്ള കുറച്ച് സ്ഥലത്ത് നമ്മളെല്ലാം കൂടെ കൊണ്ടുവെക്കുമായിരുന്നു. കാരണം എല്ലാം റൂമിലേക്ക് ആക്കി കഴിഞ്ഞാൽ മനസ്സിലൊരു സമാധാനം, എല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കാം എന്നുള്ള രീതിയിലായിരുന്നു. ഒരുപാട് ലേറ്റായി, രാത്രി വെളുപ്പിനെന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മൾ പിന്നെ എല്ലാം ആദ്യം ഒരു വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് നോക്കിക്കണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുത്തി നിറച്ചങ്ങ് വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എല്ലാം റൂമിലുണ്ടല്ലോ എന്നുള്ളൊരിത് വരും. ഇപ്പം സമയം 1:24 നമ്മളിപ്പോഴാണ് എല്ലാം ഒന്ന് ഒരുവിധം ഒതുക്കി വെച്ചത്.
ഇതെല്ലാം സെറ്റാക്കി ഒരുവിധം ഒതുക്കി. അങ്ങനെ നമ്മുടെ റൂം ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി നമ്മൾ സെറ്റാക്കിയില്ലേ. 1:30 നാളെ ഇനി ഡ്യൂട്ടി ഉണ്ട്. കാലും കൈയൊന്നും ഇനി അനക്കാൻ വയ്യ, ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം അടുക്കിയൊക്കെ വെച്ച് ഒരുവിധം.